സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 1-ാം ക്ലാസ് തഫ്ഹീമു തിലാവ എഴുത്തു പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന മോഡൽ ചോദ്യപേപ്പർ സമസ്ത നേരിട്ട് മദ്രസയിൽ നടത്തിയതായതുകൊണ്ട് രക്ഷിതാക്കൾക്ക് കൃത്യമായ മോഡൽ മനസ്സിലാക്കാൻ കഴിയും. എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട് മോഡൽ വിശദീകരിക്കുന്ന മറ്റു 2 വീഡിയോകൾ കൂടെ നമ്മുടെ ചാനലിലുണ്ട്. കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് വിട്ട അക്ഷരങ്ങൾ എഴുതാം എന്നതാണ്. 4 ചിത്രങ്ങൾ അവിടെ ഉണ്ട്. ആ ചിത്രത്തിൻ്റെ പേരിൻ്റെ ഫുൾ നെയിം കൊടുത്തിട്ടില്ല. അവസാനത്തെ 1-2 അക്ഷരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വരുന്നത് കുട്ടികൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം കൊടുത്തിരിക്കുന്നത് കയ്യിൻ്റെ ചിത്രമാണ്. കയ്യിൻ്റെ പാഠമാണ് അവസാന പാഠം, പരീക്ഷയ്ക്കുള്ള 14-ാമത്തെ പാഠം. അതിൽ നിന്ന് ഉറപ്പായും നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആ ഭാഗം നന്നായി കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ അവിടെ വിട്ടുപോയിട്ടുള്ളത് യാ എന്നുള്ള അക്ഷരമാണ്. വെറും യാ എന്ന് എഴുതി കൊടുത്തതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് കാണാം, ദാലിൽ നിന്ന് ചെറിയ ഒരു പോയിൻ്റ് പുറത്തേക്കുണ്ട്. ആ പോയിൻ്റിലേക്ക് നമ്മുടെ യാൻ്റെ കാല് നമ്മൾ യോജിപ്പിക്കണം. എങ്കിലേ അതിന് നിർദ്ദേശിച്ച 4 മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രത്യേകം രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ 1-2 തവണ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ആ ദാലിൽ നിന്ന് ചെറിയൊരു വാല് കണ്ടില്ലേ, ആ വാലിലേക്ക് യാൻ്റെ ബാക്കി ഭാഗം മുട്ടുന്ന രൂപത്തിലായിരിക്കണം കുട്ടി എഴുതേണ്ടത്. അടുത്തത് റോസാപ്പൂവാണ്. എല്ലാവർക്കും അറിയാം. വർദ്വൻ, വായാണ് വിട്ടുപോയിട്ടുള്ളത്. വാ എന്ന് എഴുതി കൊടുത്താൽ മതി. വാ റായിൽ തട്ടാൻ പാടില്ല എന്നും പറയണം. പിന്നെ അടുത്തത് കാലിൻ്റെ ചിത്രമാണ്. കാലിന് റിജിലുൻ എന്നാണ് നമ്മൾ പഠിച്ചത്. രി എന്നുള്ളത് ജ് എന്നുള്ളതിൽ തട്ടാൻ പാടില്ല. അപ്പോൾ ഒറ്റക്കായിട്ടാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ഈത്തപ്പഴത്തിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അവിടെ പോയിട്ടുള്ള അക്ഷരം ത എന്നുള്ളതാണ്. ആ ത എന്നുള്ളതിനെ നമ്മൾ പഴത്തിലേക്ക് ചേർത്ത് എഴുതണം. തമ്രുൻ, അങ്ങനെയാണ് തമ്രുൻ കൂട്ടി എഴുതുക. 3 അക്ഷരം കൂടെ ചേർന്ന് വരുന്നതാണല്ലോ തമ്രുൻ. അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ എഴുതുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. യോജിച്ച അക്ഷരങ്ങൾ കുട്ടയിൽ നിന്ന് എടുത്തെഴുതാം എന്ന ചോദ്യമാണ്. കുട്ടയിൽ 5 അക്ഷരങ്ങളുണ്ട്, 6 അക്ഷരങ്ങളുണ്ട്. അതുപോലെ തന്നെ താഴെയും 6 ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനും വിട്ട ഭാഗത്ത് നമ്മൾ യോജിച്ച അക്ഷരങ്ങൾ എഴുതി കൊടുക്കണം. ആദ്യത്തേത് ദബുൻ എന്നാണ്. കുട്ടികൾക്ക് വേഗം അറിയും. ആയാണ് വിട്ടുപോയിട്ടുള്ളത്, അദബുൻ. പിന്നെ ബറുൻ എന്നുണ്ട്, അവിടെ ഇബറുൻ എന്നാണ്. പിന്നെ റബുൻ, അതിൽ ഊ എഴുതി കൊടുക്കുക, ഉറബുൻ. ഇനി അതുപോലെ തന്നെ ഇർബുൻ എന്നുണ്ട്. അവിടെ ഏതാണ് വിട്ടുപോയത്? കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും ദായാണ് വിട്ടുപോയിട്ടുള്ളത്, ദർബുൻ എന്നാണ്. അടുത്തത് ജുലുൻ എന്നുണ്ട്. വിട്ടുപോയത് റായാണ്, റജുലുൻ അഥവാ പുരുഷൻ. ഇനി ഇർമറുൻ എന്നാണ്. ഒരക്ഷരമേ അവിടെ പോയിട്ടുള്ളൂ. ഏതാണ് അക്ഷരം? മായാണ്. അപ്പം മാ അതിനോട് ചേർത്ത് എഴുതി തന്നെ എഴുതണം. അങ്ങനെയാവുമ്പോൾ മർമറുൻ എന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കൊട്ടയിൽ നിന്ന് അക്ഷരങ്ങളെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പോൾ ഇതുപോലത്തെ 1-2 വർക്ക് രക്ഷിതാക്കൾ കൊടുത്ത് അവരെ ശീലിപ്പിക്കുക. അങ്ങനെയാവുമ്പോൾ നാളെ അവർ എളുപ്പത്തിൽ എന്ത് ചെയ്യും? എക്സാം എഴുതിക്കോളും. ഇന്നത്തെ എക്സാമിൽ തന്നെ അല്പം പ്രയാസമുണ്ട് എന്ന് പല രക്ഷിതാക്കളും കമൻറ്റിലൂടെ എഴുതിയതായി കാണാൻ കഴിഞ്ഞു. ശരിയാണ്, പാഠഭാഗത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പാഠഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് കടുപ്പുള്ള 2 വാക്കുകളാണ് പ്രധാനമായിട്ട് ചോദിച്ചത്. അതുകൊണ്ട് പല കുട്ടികൾക്കും വായിക്കുന്നതിൽ പ്രയാസമുണ്ടായിട്ടുണ്ട്. എന്നാലും നാളത്തെ പരീക്ഷ എളുപ്പം ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ ആവട്ടെ. ഇനി അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കൂ. നിറം നൽകാം എന്ന ചോദ്യമാണ്. 3-ാമത്തെ ചോദ്യമാണ്. അതിൽ യാ ഉണ്ട്, അതുപോലെ തന്നെ കാഫ് ഉണ്ട്, സീനുണ്ട്. 3 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ ആ അക്ഷരങ്ങൾക്ക് നിറം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ രക്ഷിതാക്കൾ നാളത്തെ പരീക്ഷയ്ക്ക് കളർ കൊടുത്തയക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് കളർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കളർ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുക. കുട്ടികളോട് കളർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് കളർ ചെയ്യാൻ വേണ്ടി പറയുക. ആ കൊടുത്തിരിക്കുന്ന അക്ഷരത്തിൻ്റെ ഉള്ളിലായിട്ട് കളറിങ് ഒതുങ്ങണം. പുറത്തേക്ക് വന്നാൽ അത് അഭംഗിയാണ്, അത് മാർക്കിനെ കുറച്ച് കളയും.
അതുകൊണ്ട് നല്ല രൂപത്തിൽ വൃത്തിയിൽ വെറൈറ്റി കളറിലായിട്ട് ഒരൊറ്റ കളർ, ഒരക്ഷരത്തിന് ഒരു കളർ തന്നെ കൊടുക്കുക, അടുത്ത അക്ഷരത്തിന് വേറെ കളർ, അങ്ങനെ കൊടുക്കുക. എല്ലാ കളറും കൂടെ കൂടിയിട്ട് ഒരു അക്ഷരത്തിന് കൊടുക്കുമ്പോൾ അതൊരു ഭംഗി കേടാവും, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ 3 അക്ഷരങ്ങളിൽ കളർ കൊടുക്കാനാണ്. ഇനി അതിൻ്റെ താഴെ നിങ്ങൾ നോക്കൂ, ബുക്കിൽ നോക്കി എഴുതാം. ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കുട്ടികളോട് പറയണം, എഴുതുന്നത് വളരെ വൃത്തിയിൽ തന്നെ എഴുതുക, നല്ലോണം നോക്കി എഴുതുക, അക്ഷരത്തിൻ്റെ കുറവുകളോ ഹർക്കത്തിൻ്റെ കുറവുകളോ ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ കള്ളിക്ക് പുറത്താവരുത് എഴുത്ത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക. കാരണം എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെ ബോർഡിൽ നോക്കി എഴുതുന്നത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വാക്ക് ലബുസുൻ എന്നുണ്ട്, അതുപോലെ തന്നെ മിൽക്കുൻ, അതുപോലെ തന്നെ കിത്തുനുൻ, മസദുൻ എന്നീ 4 വാക്കുകളാണ്. അത് ആ കള്ളിയിലേക്കൊന്ന് എടുത്ത് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം വായിക്കാം. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ താങ്ക്സോ ആമീനോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇനി 5-മത്തത് ഹർക്കത്തുകൾ നൽകാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഹർക്കത്തുകൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നേരത്തെ കഴിഞ്ഞത് ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ മുകളിൽ വരുമ്പോൾ അത് ഫത്തഹാണ്, വരക്ക് താഴെ വന്നാൽ കെസറാണ്. പിന്നെ അവിടെ 2 ലമ്മ് തെൻവീനാണുള്ളത്. തെൻവീനാണെന്ന് അതിന് പറയാം. അത് ലമ്മ് തെൻവീന്. 2 വരാകുമ്പോൾ ഫത്തഹ് തെൻവീന്, താഴെ വരുമ്പോൾ കെസർ തെൻവീന്, പിന്നെ ലമ്മ് തെൻവീന്. അപ്പോൾ അങ്ങനെ ഈ 3 ഹർക്കത്തുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് കബിദുൻ എന്നുള്ളതിലേക്ക് സെറ്റാക്കി കൊടുക്കാനാണ്. അപ്പോൾ കബിദുൻ എന്നുള്ളതിലേക്ക് ഓരോ ഹർക്കത്തുകളും നമ്മൾ എടുത്തെഴുതുക. ഇത് ഒരു പുതിയ ചോദ്യമാണ്, കുട്ടികൾക്ക് അത്ര ഒരു സുപരിചിതമല്ലാത്ത ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ ആശങ്കയിലായി നിൽക്കരുത്. അതുകൊണ്ട് രക്ഷിതാക്കൾ ആദ്യമേ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിലും പ്രയാസമുണ്ടാവില്ല. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയാസത്തിൽ അവർക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പർ. വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലൊക്കെയാണ് വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. 14 പാഠങ്ങളും നന്നായി വായിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നാളത്തെ പരീക്ഷയിൽ ഉന്നതമായ വിജയമുണ്ടാവട്ടെ. മുഴുവൻ മാർക്കും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ ഇരുലോകത്തും ഉപകരിക്കുന്ന കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.